പൊന്നോ എന്താ. ഹലോ ഗായ്സ്, എല്ലാ കൂട്ടായിരിക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ട്രിപ്പൊന്നും വരാൻ കഴിയില്ല, ഇങ്ങനെ കറങ്ങാൻ പോകും നമ്മള് ഇങ്ങനെ പോയത്. ഇപ്പൊ നമ്മള് വളക്കൈ എത്താനല്ല, വളക്കയും കഴിഞ്ഞ് ചങ്ങളായി ആ ഭാഗത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം നമ്മളിങ്ങനെ പോയി നമ്മളിങ്ങനെ കർണാടക ബോർഡർ ചെയ്യാൻ നോക്കിന്. ഇരുട്ടി എത്തിച്ചില്ല, അങ്ങനെ ഇരുട്ടിയേര് പോയി. എന്നിട്ട് അങ്ങനെ ബോർഡർ ചങ്ങുമ്പോൾ അങ്ങനെ കർണാടക ആ ഭാഗത്ത് പറ്റുമെങ്കിൽ അങ്ങനെ പോകും. നമ്മൾ പോകും നേരെ വീട്ടിലേക്ക്. ഞാൻ എന്താണോ കാണുന്നത് അത് നിങ്ങൾക്ക് ബ്ലോഗിൽ കാണിച്ചത്. ഓക്കെ, നമ്മളിങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ കോഴിക്കോടേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം. വള്ളിത്തോട് അങ്ങനെ നമ്മള് ബോർഡർ എത്താനായി. നമ്മള് ബാക്കിൽ കണ്ടങ്ങള് അതൊക്കെ ജസ്റ്റ് കാണിച്ചല്ലോ. പെട്രോൾ പമ്പിൽ എത്തി. പക്ഷെ ഇവിടെ കുറെ വണ്ടിയിൽ നിർത്തിയിട്ടിന്. അതിന്റെ മെഷീനും കാര്യമുണ്ട്, പക്ഷെ പമ്പിൽ സ്റ്റാഫോ കാര്യമൊന്നും ഇല്ല. ഇത് പമ്പ് ഫുള്ള് പൂട്ടിട്ടോലെ. നേരത്തെ വേറെ പെട്രോൾ പമ്പ് നമുക്ക് കയറി ആടെ അതേ അവസ്ഥ, ഇവിടെ നോക്കുമ്പോൾ അതേ അവസ്ഥ. ഈ ഭാഗത്തുള്ള പെട്രോൾ പമ്പ് എന്താന്ന് ഇങ്ങനൊക്കെ അറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയട്ടാ, കാണിച്ചത് നിങ്ങൾക്ക്. വേണ്ടാ ബാക്കിൽ ഞാൻ ലോറിയോ സ്കൂട്ടിയോ അറിയുന്ന അവരുണ്ടെങ്കിൽ ഒന്ന് പറയും. വണ്ടിക്കാന് പെട്രോള് കുറച്ചല്ലോ കേസ്. ഉള്ളൂര് പെരാട്ടെ പെട്രോൾ പമ്പിൽ കയറണമെന്നുള്ളവർ നേരെ ഇങ്ങനെ ഈ റോഡ് ഇങ്ങനെ വിട്ടോ. ഇവിടുന്നൊരു 3 കിലോമീറ്റർ വിട്ടാല് ക്യാമറ വെളിയിലേക്കൂടെ കാണുന്നില്ല. ഈ റോഡ് നേരെ വിട്ടാല് എവിടെത്തോ 3 കിലോമീറ്റർ വിട്ടോ. 3 കിലോമീറ്റർ വിട്ടാല് പെട്രോൾ പമ്പ് കിട്ടും. ഓക്കെ, വരുന്നവരോടെ വരുന്ന വഴിക്ക് ബോർഡർ കയറിയ പിന്നെ ഇതുപോലത്തെ റോഡിങ്ങനെ കാണുന്നുണ്ട്. എന്തുകൊണ്ടാന്ന് അറിയില്ല, എന്തുകൊണ്ടാന്ന് അറിയില്ല ഗൈസ്. റോഡ് ഇങ്ങനെയാണ് ഗൈസ്. ബാക്കി അങ്ങോട്ട് നോർമലായിട്ടുള്ള കാണുന്നത് ഗൈസ്. അങ്ങനെ ബോർഡർ കഴിഞ്ഞിട്ടുള്ള, പക്ഷെ ഇവിടുത്തെ റോഡ് ഫുള്ള് എന്നാ അവിടെ സ്ലോ ആക്കടാ, വീടിന് കേൾക്കൂല. ബോർഡർ കഴിഞ്ഞാല്, അതായത് കേരളം ബോർഡർ വിട്ട് കഴിഞ്ഞാല് നല്ല റോഡ് ഉണ്ടായിരുന്നല്ലോ കേട്ടിട്ടുണ്ട് ഞാൻ. തമിഴ്നാട് ബോർഡർ എത്തുമ്പോൾ അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ ഭാഗത്ത് വരുമ്പോൾ റോഡ് ഭയങ്കര ഇഷ്യൂ ഗൈസ്. എന്താ അറിയില്ല, ഐ ഡോണ്ട് നോ ഗൈസ്. അങ്ങനെ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ കയറിയിട്ടുള്ള കർണാടക ഗസ്. ഈ ഹോട്ടലിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. ഒരാൾക്ക് 50 രൂപ. ഈ യാത്രക്കാരിലിടുന്നത് ഫുഡ് കഴിക്കുന്നത്. പൊന്നോ എന്താ
ഗൈസ് പിന്നെ അവിടെ വണ്ടി സ്ലോ ആക്കടാ ആക്കൊരു കാർ സ്ലോ ആക്കലേ. ഗൈസ് പിന്നെ കർണാടക ബോർഡർ കേറി കുറച്ചൊന്ന് മുന്നോട്ട് വന്നപ്പോ തണുത്ത കാറ്റ് അല്ല വെളിങ്ങനില്ല ചെറുതാക്കി. പിന്നെ നമ്മൾ ഈ ചുരം ഇങ്ങനെ കയറി കൊടുക്കുമ്പോ തണുപ്പിങ്ങനെ കൂടിക്കൂടി വരെ ഉയരം കൂടുന്നവരും ചായന്റെ സ്വാദ് കൂടുന്നോലെ തണുപ്പ് കൂടിക്കൂടി വരെ. പിന്നെ കൂർഗ് നോട്ട് ആരോട് വരുന്ന ആര് കേൾക്കാന്. അങ്ങനെ വരുന്ന വയ്ക്കുന്ന കണ്ടതാന്ന് ഗായ്സ്. നമ്മൾ കർണാടക ബോർഡറിന്റെ നമ്മുടെ കൂർഗെത്തി. നമ്മള് കൂർഗിലെത്തിയപ്പോ നമ്മളിങ്ങനെ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിക്കാറ് ഗായ്സ്. അങ്ങനെ നമ്മള് കൂർഗെത്തി ഗൈസ്. അങ്ങനെ 2 വീലർ എടുത്തിട്ട് അത് വിത്ത് ഡിയോ നമ്മൾ അങ്ങ് തളിപ്പുറം മുതൽ അങ്ങനെ കൂർഗ് വരെ നമ്മളെത്തി. മറ്റേ ചെക്ക് പോസ്റ്റിൽ കഴിയുമ്പോൾ റോഡിൽ കുറച്ച് മോശമാണെങ്കിലും കുറച്ച് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് നല്ല നല്ല റോഡ് വന്നിട്ടുണ്ടായിന്. എന്നിട്ട് അങ്ങനെ കൂർഗിൽ നമ്മളൊരു ഒരു നല്ല നീറ്റായിട്ടുള്ള റോഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നേരെ ഗോൾഡൻ ടെമ്പിൾ വിട്ടാലോ എന്നാണ് വിചാരിക്കുന്നത്. ഇവിടുന്ന് കുറച്ച് നല്ല ദൂരമുണ്ട്. റോഡിൽ നോക്കിയ ചുരം കയറാത്ത കുറേ മങ്കീസെല്ലാം ഉണ്ടായിന്. പിന്നെ അങ്ങനെ നേരെ ഇങ്ങനെ പോക്കുന്നേ രാവിലെ ഫ്രണ്ട് വിളിച്ച് ഓക്കെ പറഞ്ഞ് അടുത്ത കന്നൊന്നും പറഞ്ഞില്ല. കൂർഗിന് പറഞ്ഞ് വിട്ട് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാൻ സ്ഥലം അടിപൊളി ഗസ്. പിന്നെ ഓരോ കുന്നിങ്ങനെ കയറുന്ന ടൈമിൽ തണുപ്പ് കൂടി വരികയും ചെയ്യും. അപ്പോൾ ചാനൽ വീഡിയോ ലൈക്ക് അടിക്കാത്തവരെ ലൈക്ക് അടിക്കും. ഓക്കെ ചേട്ടാ മലയാളി അതല്ലേ കൂറുകളായിരുന്നു കാണാനുള്ള സ്പോട്ട് എന്തെങ്കിലും എങ്ങനെ വണ്ടിയിലാണ് ചേട്ടാ? അല്ല ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല സ്പോട്ട് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു. അങ്ങനെ നിസ്കരിക്കാൻ പള്ളി ഇട്ടിട്ടുണ്ട്. വരുന്ന വഴിക്കുന്ന അങ്ങനെ നേരെ നമുക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ മദ്രസയാണത്. ഇവിടെ നിസ്കരിക്കാനുള്ള പള്ളിയുണ്ട്. അപ്പം നമ്മൾ കയറുക നിസ്കരിക്കാൻ കയറിയ പള്ളിയാണിത്. നല്ല നീറ്റ് നോക്കിയത്. പിന്നെ അത് സ്കൂളാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ മദ്രസ അല്ല അത്. സിൽസില പിന്നെ നമ്മൾ ശ്രീകണ്ഠായിരുന്ന അങ്ങനെ ഭാഗമാണ് വെള്ളം. അപ്പോൾ അങ്ങനെ 2 വീലറിന് വരുന്നവർ എന്താക്കാം, 2 വീലറിൽ വരുന്നവർ വെള്ളം പിന്നെ കയ്യിൽ അതേ സിംഗത്തിൻ്റെ സ്നാക്സ് എന്തെങ്കിലും കയ്യിൽ വെച്ചോട്ടാ നല്ലതാണ്. എടാ അതൊന്നും വീടെടുത്തടേ. നല്ല ലവ് ഷേപ്പ് പോലെ കിട്ടിയിട്ടുണ്ട്. കൊടുത്തു നോക്കണോ? ഗൈസ് ഞങ്ങൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ വിരാജ്പേട്ട പോലുണ്ട്. എന്നിട്ട് അങ്ങനെ നേരെ പോലെ വിരാജ്പേട്ട എത്തു. അതിൻ്റെ താഴേക്ക് നമ്മൾ നോക്കിയാൽ അവിടെ ഒരു വയൽ കാണാൻ പറ്റുന്നുണ്ട്. അത് നൈസ ആയൊക്കെ തോന്നി. അതിൻ്റെ വീട്ടിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നില്ലോ. നമ്മൾ വിരാജ്പേട്ട എങ്ങനെ പോന്ന് ഗോൾഡൻ ടെമ്പിളിലേക്ക് വളച്ചോ അല്ല അവിടെ വയൽ കണ്ടോണ്ട്. എന്നിട്ട് അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോകണം. ഇവിടുന്ന് 50 കിലോമീറ്റർ ഗൈസ്. ഗൈസ് അങ്ങനെ നമ്മൾ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട്. ഇത് നാളെ എടുക്കാൻ ജസ്റ്റ്
വിട്ട് നോക്കിയിട്ടുണ്ട്. ഇതിന് ഞാൻ ഇപ്പോൾ കയറിയ ബിരാസ് പട്ടത്തിൽ കയറിയ ഇതുണ്ട. ഇവിടെ ഡ്രസ്സ് ഐറ്റംസ് അങ്ങനെ തന്നെ നമ്മളെ തളിപ്പറമ്പിലില്ലേ ബടാ ബസാറില്ലേ അതേപോലത്തെ വേറൊന്ന് അത്ര ഇല്ലയോ. നമ്മളവിടെ പാത്രം കാര്യമുണ്ട്, ഇവിടെ പാത്രം കാര്യം ഇല്ലാന്ന് മാത്രം. പക്ഷെ അടിപൊളി സ്ഥലം കേട്ടോ ഇവിടെ. നോക്കിയാൽ നമ്മുടെ നാട്ടിലാത്ത സാധനം ഇത് എരിവും മധുരവും ഉള്ളത്. ഇതൊന്ന് ഒരു സമൂസ ഒരു റോള് ഓണിക്കുക. പിന്നെ ഇത് നോക്കിയ ഇതുള്ളിൽ ക്രീം ഇട്ടിട്ടുള്ള ഇതാണ്. ഇതെന്താ അറിയില്ല. ഒരു സമൂസയും ഒരു റോള് ഒരു മധുരവും എരിവ് മിക്സ് ആയിട്ടുള്ള ഇതാണ്. എടാ റോഡ് എങ്ങനെയുണ്ട് പറയാടാ? റോഡ് എങ്ങനെയുണ്ട്? അടിപൊളിയാ? അടിപൊളിയാന്ന് പറയുന്നത് ഒന്ന് കഴിച്ച് നോക്കിട്ടാണ്. ഓർക്കാണ് അടിപൊളി. ഇത് സമൂസ അല്ല മറ്റേ നോക്കാം. ഉള്ളിൽ കാര്യമൊന്നും കാണുന്നില്ല. അവിടെ വെച്ച ഇത് എടുത്തിട്ട് അതൊരു വലിയ മിക്സ് എന്ന് പറയാനുള്ളത്. ബെന്നി മാത്രം ഒരു ബെന്നി കടിച്ച് തിന്നുന്ന ഫീൽ. അതായത് ഒരു ചൂടുള്ള ബെന്നി എങ്ങനെയാവുമ്പോൾ നമുക്ക് തിന്നുന്നതാണ്. ഉള്ളിൽ കറി തിന്നുന്നത് എന്നാലും നമുക്ക് നോക്കാം ക്വാളിറ്റി ഉണ്ടാവില്ല. ഉള്ളില് കോൺടാക്ട് ഇട്ടിൻ്റെ കാര്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടാ. വിരാജ് ഒരു ചായ കുടിക്കാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയാണ്. നമ്മുടെ നാട്ടിലെ ചായ വെച്ച് നോക്കുമ്പോ ഇത് എന്താ പറയാ ഒരു പാല് കുറച്ച് കൂടുതൽ കിട്ടി. അതായത് നമ്മുടെ നാട്ടിൽ പാല് ഭയങ്കര വെള്ളം മിക്സ് ആക്കില്ല. പക്ഷെ ഒരു വെള്ളം അങ്ങനെ കൂടുതൽ മിക്സ് ആക്കിയില്ല. ടേസ്റ്റ് ഉണ്ട് കേസ് അടിപൊളി. ഗൈസ് അങ്ങനെ നമ്മൾ റിട്ടേൺ വീട്ടിലേക്ക് പോയാണ് ഗൈസ്. ഫ്രണ്ടിന് ടൈമില്ലാന്ന് പറയുന്നത്. അതുകൊണ്ട് അങ്ങനെ റിട്ടേൺ വീടാണ്. ഇവിടുന്ന് ഗോൾഡൻ ടെമ്പിളിലേക്ക് 50 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. പോകണമെന്നുണ്ട് പക്ഷേ എന്താ പറയുക ഫ്രണ്ടിന് ടൈമില്ലാന്ന് പറയാം. അപ്പോൾ റിട്ടേൺ വീട്ടിലേക്കാണ്. അപ്പോൾ പോകുന്നതൊക്കെ നിങ്ങൾക്ക് കാഴ്ച ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. പിന്നെ ഇവിടുന്ന് ചായയും കടി നമ്മളതിനെ കുടിച്ച് മറ്റേ ബെന്നിൻ്റെ കടി അത്ര പോരട്ടാ. ഒക്കെ അതിൻ്റെ ഉള്ളിൽ മസാലയും കാര്യങ്ങളൊക്കെ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല. റോഡ് ചായ അടിപൊളി സെറ്റ് അടിപൊളിയായി. ആ കടനെ വീഡിയോ എടുക്കാനും വിട്ടു ഞാൻ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനും വീഡിയോ അയക്കുക. ആദ്യത്തെ എൻ്റെ ലൈഫിൽ 2 വീലർ കൊണ്ട് എന്താക്കുന്നത് കേരളം വിട്ടിട്ട് വരുന്നത്. അപ്പോൾ എന്തൊരു അഭിമാനമുള്ള പോലെ കാര്യം ഗൈസ്. അപ്പോൾ ഓക്കെ ഗൈസ്, നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം. ഓക്കെ ബൈ ഗൈസ്. ഒരു കോട വണ്ടി ഇങ്ങനെ നീങ്ങുന്ന കണ്ടുകൊണ്ട്
നല്ല രീതിയിൽ പോകാൻ നോക്കിയ ഗൈസ് കോടമഞ്ഞ്. എടാ